അപ്പോൾ ഇങ്ങനെ നിഹാലുമായിട്ട് അജ്മലുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇതിന്റെ ഇന്റർഫേസ് മീറ്റ് വെക്കേണ്ടത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ പറയാണ്, അതായത് വിജയിച്ച ഒരാളുകളുടെ കൂട്ടം അല്ലെങ്കിൽ വിജയിച്ച കുറെ ആളുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്തിരുന്ന് ഒരു കാര്യം നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, ക്രീമി ആയിട്ടുള്ള ഒരു ആളുകൾ കൂടിയിരുന്ന് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ, ഒന്നോ രണ്ടോ ദിവസം, എസ്പെഷ്യലി ആ സന്ധ്യാനേരങ്ങൾ, ക്യാമ്പിന്റെ സന്ധ്യാനേരങ്ങൾ ഭയങ്കര രസമാണ്. നമ്മൾ ആ സാഫിയുടെ ക്യാമ്പസിന് മുകളിൽ ഇരുന്നു കൊണ്ട് ചാലിയാറൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ പരിസര പ്രദേശത്ത് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ഇന്റർഫേസ് മീറ്റിന് അല്ലെങ്കിൽ ആ ക്യാമ്പിന്റെ തലേദിവസമൊക്കെ എത്രയോ ക്രിയേറ്റീവ് ആയിട്ടാണ് കുട്ടികൾ അവിടെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ ആ ഒരു ആംബിയൻസ് പ്രധാനമാണ്. മാത്രമല്ല ചേർന്നിരിക്കുന്ന ആളുകളെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയത്ത് നമ്മളും അറിയാതെ തന്നെ ആ ഒരു ലെവലിലേക്ക് ഉയരും. അതുകൊണ്ട് ഇന്റർഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മൾ അതിനെ കാണാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പി എം ഫൗണ്ടേഷൻ്റെ എൻ്റയർ ടീം, ഷെഫീഖ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവരുടെ ജോലി എന്താണ്, 360 ദിവസവും ഈ അക്കാഡമിക് സപ്പോർട്ടും കരിയർ മെന്റർഷിപ്പുമാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ ഇത് ചെയ്ത് 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 എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു 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 ഇമോഷണലിയും നമ്മൾ വല്ലാതെ അതിനോട് അറ്റാച്ച്ഡ് ആയി പോകും. സോ അത് ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ്, സംശയമൊന്നും.